വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയുന്ന വാദങ്ങൾക്കും നിലപാടിനും ആധികാരികത വേണം. അരനാഴിക നേരത്തിൻ്റെ ആയുസ് പോലുമില്ലാത്ത പൊളിറ്റിക്കൽ ഗിമ്മിക്കാവരുത്. കള്ളാടിയിലെ ദുരന്തം പാരിസ്ഥിതിക പ്രത്യാഘാതമാണെന്ന നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പാളി. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ച പകൽ പോലെ വെളിവായി. എന്തു തെറ്റാണ് സർക്കാർ ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു ഡസൻ തെറ്റുകളാണ് 50 ദിവസത്തെ ഭരണം കൊണ്ട് ചർച്ചയായത്. ദേശാഭിമാനി വാർത്തയെ മുൻനിർത്തി അദാനിയുടെ ഓഹരി വിൽപ്പന നീക്കം മുൻ സർക്കാരിൻ്റെ കാലത്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ്. ദേശാഭിമാനിക്ക് മുൻപ് മാതൃഭൂമിയും എക്കണോമിക് ടൈംസും ഇതേ വിവരം വാർത്തയാക്കിയിരുന്നുവെന്ന് പിന്നാലെ വ്യക്തമായി. പിണറായി IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സംശയദൃഷ്ടിയോടെ അവതരിപ്പിച്ചപ്പോൾ മുൻകാല ഇടതു മുഖ്യമന്ത്രിമാരും IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പിണറായി തന്നെ ചൂണ്ടിക്കാട്ടി. അതോടെ അതും അവസാനിച്ചു. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു ആക്ഷേപം? പിണറായി പോയാൽ ധൂർത്ത്, സതീശൻ പോയാൽ അനിവാര്യത. അതിവേഗം അടർന്നു വീഴുന്നതാവരുത് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണങ്ങൾ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PK ഗോപൻ, CPIM, KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ, രതീഷ് ചക്രവാണി, രാഷ്ട്രീയ നിരീക്ഷകൻ. ഞാൻ ആദ്യം ഡോക്ടർ PK ഗോപനിലേക്ക്. ഞാനിപ്പോൾ ഈ ചർച്ചയുടെ ആമുഖമായി സൂചിപ്പിച്ച കാര്യങ്ങൾ കഴിഞ്ഞൊരു 50 ദിവസത്തെ ഭരണത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാണ് ഈ ഭരണത്തെ ലീഡ് ചെയ്യുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങളാണ്. അദ്ദേഹം മറ്റു മന്ത്രിമാർ പോലും പല കാര്യങ്ങളിലും ഉണ്ടോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാട് വിശദീകരണമായി പോകുന്നത്. സ്വന്തം തീരുമാനങ്ങളെന്ന പ്രശ്നം വലിയൊരു ചർച്ചാ വിഷയം കൂടിയാണ്. ശ്രീ ഗോപൻ, ഈ 50 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, പലവിധ സംശയങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് വേണ്ട വിശദീകരണങ്ങൾ, വേണ്ടതായ വിഷയങ്ങൾ, ഇതിലൊക്കെയും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രീതി അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏത് നിലയിലാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം പറഞ്ഞ പലതും വസ്തുതാപരമായി പിശകാണ്, അതിൽ വലിയ ഡിബേറ്റ് വന്നു, ഇദ്ദേഹം പറഞ്ഞതാണോ ശരി എന്നൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിതെല്ലാം വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. 50 ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ, നയങ്ങൾ, നിലപാടുകൾ, ഇതിൻ്റെ ഒരു പൊതുസ്ഥിതി തലം പ്രതിപക്ഷം കാണുന്നത് എങ്ങനെയാണ്? ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് നടത്തിയ പ്രസ്താവനകളെല്ലാം കേരളത്തിൻ്റെ പൂമുഖത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, അത് പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. സാധാരണഗതിയിൽ നമുക്കാർക്കും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് നേർവിപരീതമായി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് ചില വികാരങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തും. അത് ആരെയും തടസ്സപ്പെടുത്തും. അതിന് പൊളിറ്റിക്കൽ ലീഡർ ആവണമെന്നില്ല. എല്ലാവർക്കും ഉള്ള വ്യക്തിപരമായ ഒരു സവിശേഷതയാണത്. മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം ആധുനിക സാങ്കേതികവിദ്യയുടെ കാലത്ത് ഇത് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക മേഖലകളിലോ ടെലിവിഷൻ ക്ലിപ്പിങ്സിലോ ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ടും അതിന് വിപരീതമായിട്ട് തൊട്ടടുത്ത ദിവസം പറയുന്നതിന് ഒരു മടുപ്പുമില്ലാത്ത, അങ്ങനെ ഏതെങ്കിലും ഒരാളെ കേരളീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ വളരെ ചുരുക്കമായിരിക്കും. ഒരു മടിയും അക്കാര്യത്തിൽ ശ്രീ വി ഡി സതീശനെ ഭരിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വളരെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഹിറ്റ്ലറുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ PR വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്ന ഗീബൽസ്, ജോസഫ് ഗീബൽസ്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം, 10 നുണ തുടർച്ചയായിട്ട് പറഞ്ഞാൽ അത് സത്യമാണെന്ന് ആരും സംശയിച്ചു പോകും. അത് അദ്ദേഹം പറയുന്നതിന് മുമ്പേ പഞ്ചതന്ത്ര കഥകളിലൊക്കെ ഉണ്ട്. ഈ കാക്ക ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് കറുത്ത പൊട്ടിനെ കാക്കയായിട്ട് വിശേഷിപ്പിക്കുന്നതിൻ്റെ കഥകളൊക്കെ എല്ലാ സമൂഹത്തിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ വി ഡി സതീശൻ ഈ ഗീബൽസിയൻ തന്ത്രം അദ്ദേഹം എടുത്ത് പയറ്റുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വാദത്തെ ബലപ്പെടുത്താൻ നുണകളെയാണ് അദ്ദേഹം ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞ നുണ എന്താ? ദേശാഭിമാനി, ഈ ദേശാഭിമാനി, കൈരളി എന്ന 2 വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ മീഡിയ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ മറ്റു മാധ്യമങ്ങൾ പലതും അദ്ദേഹത്തിന് സൗകര്യമായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മംഗലാപുര യാത്ര പിണറായി വിജയനാണ് നടത്തിയതെങ്കിൽ, ME ഗോവിന്ദൻ മാഷാണ് നടത്തിയതെങ്കിൽ, ഇനി എന്തിന് വേറെ അത്ര പ്രാധാന്യമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മാധ്യമങ്ങൾ അതിനെ പരിചരിക്കുന്ന വിധം എങ്ങനെയാണ്?
അവർ 1,00,000 രൂപയുടെ പടക്കം വാങ്ങിച്ച് അവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ പൊട്ടിക്കും ഇങ്ങനൊരു സ്കൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ. ആ വാർത്തയുടെ പുറകിൽ അവർ ദിവസങ്ങളോളം സഞ്ചരിക്കും. പക്ഷേ വി ഡി സതീശൻ്റെ ഒരു ഗുണം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൊരു ആനുകൂല്യം, അദ്ദേഹത്തിന് വലിയ പ്രിവിലേജാണ് മാധ്യമങ്ങളുള്ളത്. ഇത്തരം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യവും അദ്ദേഹത്തോട് ചോദിക്കില്ല. പണ്ട് സാംബശിവൻ സാറിൻ്റെ കഥാപ്രസംഗത്തിൽ പറയും, ഉണ്ണികളെ വലയ്ക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുതെന്ന് പറയും. അതുപോലെ വലയ്ക്കുന്ന ചോദ്യമൊന്നും അദ്ദേഹത്തിനെതിരായിട്ട് ചോദിക്കത്തില്ല. അത്തരം ചോദ്യങ്ങൾ ഉയർത്തിയാൽ കൈരളിയും ദേശാഭിമാനി അദ്ദേഹം വളരെ മോശമായിട്ട് ആക്ഷേപിച്ച് വിടുകയും ചെയ്യും. അപ്പോൾ മംഗലാപുര യാത്ര എന്താണ് എന്നുള്ളത് അദ്ദേഹം കേരളീയ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ പോയത് ചെന്ന് കണ്ടത് തന്നെ ആര്യാട് മുഹമ്മദിൻ്റെ ഒരു ബന്ധുവിനെയാണ്. ഇത്ര ഉളുപ്പില്ലാതൊരു വർത്തമാനം പറയാൻ. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പൈസ എവിടുന്നാണ്? ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്തത് ആരാണ്? ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് എത്രയായി? എന്ത് അടിയന്തര സാഹചര്യം? ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവുമല്ല, മത്സരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രിവിലേജ് അദ്ദേഹത്തിന് യാത്രയ്ക്ക് എങ്ങനെ കിട്ടി? ഇനി മംഗലാപുരത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനത്തിന് പോയതാണോ? അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെ പോലെ ഒരാൾക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇവിടുന്ന ഒരു ആരാധനാലയത്തിൽ പോകാൻ വില്ലാളി വീരനായ ശ്രീ കെ കരുണാകരൻ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസവും 1-ാം തീയതി പോയിക്കൊണ്ടിരുന്നത് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ല പോയത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിന് തൃപ്തികരമായ വിശദീകരണം കേരളീയ സമൂഹത്തിൽ കൊടുത്തില്ലെങ്കിലും ചില മാധ്യമങ്ങൾ അത് ചോദിക്കാൻ തയ്യാറല്ല എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെയാണ് അദ്ദേഹം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ദേശാഭിമാനിയുടെ വാർത്തയെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിനും അറിയാം, മറ്റുള്ളവർക്കും എല്ലാം അറിയാം, അതിനു മുമ്പ് പല മാധ്യമങ്ങളിൽ വന്നു ആ വാർത്ത എന്നുള്ളത്. അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദേശീയ മാധ്യമത്തിൽ വന്നു, കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നു. അതിനുശേഷം ദേശാഭിമാനി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ സോഴ്സ് ദേശാഭിമാനിക്ക് കിട്ടിയത് അദാനിയുടെ മേഖലയിൽ നിന്നാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് അദാനിയെ ചാർത്താൻ വേണ്ടി, മറ്റൊരു കേന്ദ്രത്തിൽ ചാർത്താൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ അപകടകരമായ ഒരു പ്രവണത ശ്രീ വി ഡി സതീശൻ കേരളത്തിൽ വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നുണകളുടെ ഒരു വലിയ ഘോഷയാത്ര അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സമീപനം എന്താ? അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? അതെ, നമുക്ക് ഓരോന്നായി പറയുന്നത് എന്താ? ഈ രൂപത്തിൽ ഒരു ബന്ധമില്ലാതാണ്. അതെ, യെസ്, നമുക്ക് വരാം. ഈ പറഞ്ഞ പോലെ ചില ഉദാഹരണങ്ങളിലൂടെ പൊതുവായ വിലയിരുത്തലുകൾ നടത്തേണ്ടതായി വരും. ഞാൻ ശ്രീ കെ ജെ ജേക്കബിലേക്കാണ് വരുന്നത്. ശ്രീ കെ ജെ ജേക്കബ്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും കാണാൻ അദ്ദേഹം ആ നിലയിലൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പൂർണ്ണമായി വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ പലയിടത്തു നിന്നും കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ സമൂഹത്തോട് സംവദിക്കുന്നത് പലപ്പോഴും ഈ വാർത്താ സമ്മേളനങ്ങളിലൂടെയാണല്ലോ. അതൊരു മാധ്യമ ഇടപെടൽ മേഖല കൂടിയാണ്. അതിലൂടെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ആധികാരികത വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. പക്ഷേ അതിൽ പലപ്പോഴും ഒരു വലിയ സംശയം തോന്നുന്ന, വലിയ ഡിബേറ്റ് വരുന്ന, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു ആധികാരികത അതിവേഗം ഇല്ലാതായി പോകുന്ന, അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിനോടകം തന്നെ വന്നു ഭവിച്ചിട്ടില്ലേ? ഇത് വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ താങ്കൾ എങ്ങനെയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേകതയെയും പ്രശ്നത്തെയും കാണുന്നത്, മനസ്സിലാക്കുന്നത്? ശരത്ത്, കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ഓഡിയോയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കേൾക്കാം. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുടെ സീരിയസ് ആയിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണ് പതിവ്. അതിൻ്റെ അകത്ത് ചിലപ്പം അപൂർവമായിട്ട് അവർക്ക് വസ്തുതാപരമായി തെറ്റുപറ്റിയേക്കാം, പക്ഷേ അപൂർവമായിട്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ അവരുടെ പ്രസ്താവനകൾ മുഖവിലയ്ക്ക് എടുക്കുകയാണ് പതിവ്. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളല്ല, പൊതുവെ അവരൊരു കാര്യം പറഞ്ഞാൽ നമ്മളതിനെ മുഖവിലയ്ക്കെടുക്കും. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള മറ്റ് പ്രചരണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹവും മറ്റു പ്രതിപക്ഷ നേതാക്കളും കൊടുത്ത 2 കേസുകളെക്കുറിച്ചുള്ള അവരുടെ ശ്രീ സതീശൻ്റെ പ്രതികരണത്തിലാണ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയത്. ഒന്ന് ക്യാമറയുടെ കേസ്, വേറൊരു കേസും. ഇത് രണ്ടിലും അഴിമതി ആരോപണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത്. അതിലേക്ക് വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഈ 2 കേസിലും
വളരെ വിശദമായി വാദം കേട്ടിട്ട് വിശദമായിട്ടുള്ള റീസൺഡ് ഓർഡറാണ് എന്തുകൊണ്ട് ഞങ്ങൾക്കിതിലൊരു ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കോടതി അവരുടെ റീസണിങ് മുഴുവൻ പറഞ്ഞു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു തെളിവില്ലാതെ അതായത് പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് പോലും ഇല്ലാതെ ഞങ്ങൾക്ക് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഇത് മുഴുവൻ പറഞ്ഞിട്ടാണ് ഒരു സെൻറ്റൻസ് അതിൻ്റെ അകത്ത് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഹോപ്പ്ലെസ്ലി ഡിലേയ്ഡ്, ഈ കേസ് ഹോപ്പ്ലെസ്ലി ഡിലേയ്ഡ് എന്നും കൂടി ഒരു സെൻറ്റൻസ് അതിൻ്റെ അകത്തുണ്ട്. ശ്രീ സതീശൻ പുറത്ത് വന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ ഹർജി തള്ളാൻ ഹർജി താമസിച്ചു പോയി, മറ്റേ കേസിൽ പ്രോജക്റ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് കോടതി പറഞ്ഞു. ഈ രണ്ട് കാരണങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കേസുകൾ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം വേണം എന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയിൽ പോയപ്പോൾ ആ ഹർജി തള്ളിയപ്പോൾ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മൾ ആ കോടതി വിധി വായിക്കുന്ന ആരും അമ്പരന്ന് പോകും. കാരണം നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയില്ല, രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ പറയില്ല. അവർക്ക് പറയാൻ പല കാരണങ്ങളുണ്ടാവും. ഈ കോടതി ഇപ്പം മാത്യു കുഴൽനാടൻ്റെ എല്ലാ കേസും തോറ്റെങ്കിലും അദ്ദേഹം ഒരിക്കലും പറയില്ല ഇങ്ങനത്തെ ഒരു വാദം പറയും. അദ്ദേഹം പറയും എനിക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടി എന്നാണ് അദ്ദേഹം പറയുക. ഇതുപോലെ കേസിൻ്റെ കാലാവധി തീർന്നതുകൊണ്ട് താമസിച്ചതുകൊണ്ട് പ്രൊജക്റ്റ് കഴിഞ്ഞതുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടക്കുക. അദ്ദേഹം ഹൈക്കോടതിയിൽ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ആലോചിച്ച് നോക്കണം. ഒരിക്കലും പറയില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരുവിധം ഏത് ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും കോൺഗ്രസിൻ്റെ നിലപാടിനെക്കുറിച്ചോ UDFൻ്റെ നിലപാടിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിനെക്കുറിച്ചോ തന്നെയോ ചോദിച്ചാൽ ഉത്തരം തുടങ്ങുന്നത് CPM എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ്. അവിടെ കൊണ്ടത് തുടങ്ങി അവിടെ കൊണ്ടുള്ള പാർട്ടിയുടെ നിലപാട് പറയുക എന്നുള്ളതല്ല. ഇത് പണ്ട് ഞാൻ EMSൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. EMSനോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതാണ് എൻ്റെ പാർട്ടിയുടെ നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ശ്രീ ആൻ്റണി പറയണം, അല്ലെങ്കിൽ കരുണാകരൻ പറയണം. ഇതാണ് ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് കോൺഗ്രസിൻ്റെ നിലപാട് പറയുകയല്ല, CPM എന്ന് പറഞ്ഞു തുടങ്ങി CPM എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം ഇതിലൊക്കെ ചെയ്യുന്നതാണ്. വിഴിഞ്ഞം കരാറെടുത്താലും അത് അവർ തുടങ്ങി, PM ശ്രീ അത് തുടങ്ങി. ഇപ്പം ഇത് നോക്കൂ, ഈ വയനാട് ചുരത്തിൻ്റെ കാര്യത്തിൽ അത് CPM തുടങ്ങി. ഏത് കാര്യത്തിലും അവിടെ കൊണ്ടുപോയി എത്തിക്കുക. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മര്യാദകെട്ട രാഷ്ട്രീയമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ഇൻസിനുവേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരുവിധം നമ്മളതൊരു ദുഷ്ടലാക്കോടുകൂടി ചിലതൊക്കെ പറഞ്ഞു വെക്കുക, പറയാതെ പറയുക. അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ, ഇത് ഞങ്ങൾ വിഴിഞ്ഞത്തെ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അദാനിയെ ഏൽപ്പിച്ചതാണ്. അവർ 49% വിൽക്കുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. ഇതും CPMൻ്റെ തലയിൽ കൊണ്ടുപോയി വെക്കുക. PM ശ്രീ, ഞാനത് ശ്രദ്ധിച്ചു, PM ശ്രീ CPM തെറ്റായിട്ട് LDF സർക്കാർ തെറ്റായിട്ടുള്ള ഒരു നിലപാടെടുത്തെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. CPM പരിപാടി അവിടെ നിർത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും ചർച്ച CPM ഈ ചോദ്യവുമായി അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങും. ഇത് ശരിയായിട്ടുള്ളൊരു രാഷ്ട്രീയമല്ല. ഇത് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി MSCയും അദാനിയും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ കൃത്യമായി ഫോളോ, കാരണം ഇത് 13,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് ദാറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇതുമായി ബന്ധപ്പെട്ട ഇക്കണോമിക് പേപ്പറുകളൊക്കെ അതിനെക്കുറിച്ച് എഴുതും. അവർ 1-ാം തീയതി എഴുതി, അതെടുത്ത് വെച്ച് മാതൃഭൂമി 3-ാം തീയതി എഴുതി. ഇതൊന്നും കാണാതെ 5-ാം തീയതിയിലേക്ക് മാത്രമായിട്ട് ശ്രീ സതീശൻ പോർട്ടിൻ്റെ ചുമതലയുള്ള അദ്ദേഹം ഇതറിഞ്ഞില്ല എന്ന് നമ്മളോട് പറയരുത്. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളുടെയും ക്ലിപ്പിങ്ങുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ള സംവിധാനം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. നിർബന്ധം എന്ന് മാത്രമല്ല, പോർട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രീം വകുപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഇത്രയും വലിയൊരു വാർത്ത എക്കണോമിക് ടൈംസിലും മാതൃഭൂമിയിലും വന്നിട്ട് അദ്ദേഹം അത് അറിഞ്ഞില്ലെന്നാണോ കേരളത്തിലെ സമൂഹത്തോട് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വാർത്ത, മാതൃഭൂമിയിൽ കണ്ട വാർത്ത വളരെ വലിയ വാർത്തയാണ്. എക്കണോമിക് ടൈംസിൽ വരുന്ന വ്യവസായ മന്ത്രിമാരും പോർട്ട് എല്ലാ മന്ത്രിമാരും അവരുടെ വകുപ്പിലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വാർത്തകൾ എല്ലാവരും കാണും. വാർത്തകൾ വായിക്കണമെന്നുണ്ടാവില്ല, പക്ഷേ ഈ വാർത്തകൾ കാണും. അത് ഞാൻ അറിഞ്ഞേയില്ല
എന്ന് അദ്ദേഹം പറയാൻ വേണ്ടി പാടുണ്ടോ? കേരളത്തിലെ സമൂഹത്തോട് ദേശാഭിമാനി വായിച്ചിട്ടാണ് അദ്ദേഹം അറിഞ്ഞത് എന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ വലിയ മര്യാദ കേട്ടുണ്ട്. അങ്ങനെയല്ല. ഞാനെന്താ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇടതുപക്ഷം നിൽക്കുന്ന ആൾക്കാർ ആക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ് ശ്രീ എ കെ ആൻ്റണിയും കരുണാകരനും, ശ്രീ കെ കരുണാകരനും. പക്ഷേ അവരാരും രാഷ്ട്രീയത്തിന് വ്യാഖ്യാനത്തിലാണ് പലപ്പോഴും അവർ തരികട കളിക്കുക. അതല്ലാതെ പ്ലെയിനായിട്ട് നോക്കി ഇമാതിരി വർത്തമാനങ്ങൾ നിരന്തരമായി പറയുന്ന പരിപാടി ഇല്ല. മാറഡോണ പണ്ടൊരിക്കൽ ദൈവത്തിൻ്റെ കൈ എന്ന് പറഞ്ഞതുപോലെ അത് ഒരിക്കൽ മാത്രമാണ് പറഞ്ഞത്. അത് സ്ഥിരമായിട്ട് പറയുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ശരിയായ കാര്യമല്ല. അദ്ദേഹത്തിന് വലിയ മാൻഡേറ്റ് ഉണ്ട്. 102 സീറ്റോടുകൂടി UDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശമുണ്ട്. നിയമപരമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ സംസ്ഥാനത്തുണ്ട്. അവരോട് അദ്ദേഹം നീതി പുലർത്തേണ്ടതുണ്ട്. ഇടതുപക്ഷത്തോടല്ല, ആ മനുഷ്യരോട്. അദ്ദേഹം പറയുന്നതൊക്കെ വേദവാക്യമാണ് എന്ന് കരുതുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവരോട് അദ്ദേഹം നീതി പുലർത്തണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇടതുപക്ഷം ദേ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദംസെൽസ്. പക്ഷേ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന മനുഷ്യരോട് അദ്ദേഹം കുറച്ചുകൂടി നീതി കാണിക്കണം. അവർക്ക് വളരെ പ്ലെയിനായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള മര്യാദഘട്ട വർത്തമാനം അദ്ദേഹം പറയരുത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏറ്റവും ശക്തമായ ഒരു നിരീക്ഷണമാണ് കെ ജെയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. തുടർച്ചയായി വാസ്തവവിരുദ്ധമായി ഒരു മുഖ്യമന്ത്രി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതുതന്നെ കോർത്തിണക്കി അതേക്കുറിച്ച് ഒരു വിലയിരുത്തൽ വേണ്ടതുണ്ട് എന്നതുകൂടി കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കൂടുതൽ ശ്രദ്ധിക്കാൻ കൂടി ഉപകാരപ്പെടുന്നതാവണം. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതെല്ലാം പെർഫെക്റ്റാണ് എന്നാണ് അദ്ദേഹം ധരിച്ചു വെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത് ഏതൊക്കെ നിലകളിൽ സ്വീകരിക്കപ്പെടുന്നു, അതിൻ്റെ പിശകുകൾ എങ്ങനെയൊക്കെ തുറന്നു കാട്ടപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വവും ജാഗ്രതയും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയമായ യോജിപ്പും ഒക്കെ വേറെ, പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വിഷയങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്ന ഉത്തരവാദിത്വമൊന്നുമല്ല. അപ്പോൾ അതിങ്ങനെ നിരന്തരം വാസ്തവവിരുദ്ധമാവുക, തെറ്റിദ്ധരിപ്പിക്കുക, ഇങ്ങനൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളുടെ പുറത്ത് പറയേണ്ടി വരുന്നത് തന്നെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് എത്രമാത്രം ശരിയില്ലായ്മയുണ്ട് അല്ലെങ്കിൽ ശരിയല്ല എന്ന പ്രശ്നം കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഷാർപ്പ് ക്രിറ്റിസിസത്തിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം. ഞാൻ ശ്രീ രതീഷിലേക്ക് വരികയാണ്. രതീഷ്, അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞം നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ചില സാമ്പിൾസ് നമുക്കൊന്ന് എടുത്തു പോകാമെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏറ്റവും അവസാനത്തെ, അതായത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ. ഒരു ചെറിയ വാക്യം മാത്രമാണ്, ഒന്ന് കേൾക്കാം. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ് സ്പെസിഫിക്കായി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആ നിലയിൽ അത് വിശദീകരിച്ച് വെക്കാനൊക്കെ കഴിയും. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് എന്താണ് ചെയ്യാതിരുന്നത്, എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു പ്രശ്നം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രം സ്പെസിഫിക്കായി വരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായ കരാറിലെ വളരെ സുപ്രധാനമായ ക്ലോസുകളുടെ അടിസ്ഥാനത്തിൽ പോകേണ്ടത് നിയമപരമായ പരിശോധനയിലേക്ക് അതിവേഗം നടത്തേണ്ട നീക്കങ്ങൾ ഇതുണ്ടായിട്ടില്ല. പോട്ടെ, ഈ എന്താണ് തെറ്റ് ചെയ്തത് എന്നത് ഈ 50 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സർക്കാരിലേക്കാകെ നമ്മൾ കൺവെർട്ട് ചെയ്താൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ 50 ദിവസം കണ്ട് ഏതാണ്ട് 1 ഡസൻ എന്ന നിലയിൽ നമ്മൾക്ക് അതിനെ കാണാവുന്നതല്ലേ? എന്ത് തെറ്റാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമില്ലേ? 1 ഡസൻ തെറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ. ഇത് മനസ്സിലാക്കാത്തയാളല്ലല്ലോ ഏതായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് മനസ്സിലാക്കാത്ത ആളല്ല സതീശൻ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഒരു സാഹൂതം വീക്ഷിച്ച ഒരാളാണ് ഞാൻ. കാരണം എത്ര അസത്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് കാണുന്നത്.
ആ സത്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് തെറ്റാണ് ചെയ്തത്, അതായത് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാറ് ലംഘിക്കുന്ന ഒരു കമ്പനിയുമായി വളരെ നിശ്ചിതമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നാളെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് എന്തെങ്കിലും കൂടുതൽ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതിന് പകരം യഥാർത്ഥത്തിൽ സതീശനൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് യാതൊരു വിധത്തിലുള്ള വയലേഷനും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ വൈകുന്നേരം ചർച്ചയ്ക്ക് വരുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് യാതൊരുവിധ വയലേഷൻ നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റക്കെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എക്സൈസ് ഈ മദ്യത്തിന്റെ തീരുവ കുറക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടില്ല, മന്ത്രി അറിഞ്ഞിട്ടില്ല. അതുപോലെ മറ്റേ KB പ്രദീപിനെ നിയമിക്കാൻ തീരുമാനിച്ചു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിട്ട് ദേവസ്വം ബോർഡിലേക്ക്. പക്ഷെ ആ മന്ത്രി അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റക്കെടുത്തത് എന്ന് ഏഷ്യാനെറ്റ് ലേഖകരോട് ചോദിച്ചിട്ട് ചൂടാവുകയാണ്. ഇതിനൊക്കെ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്ന കാരണങ്ങളുണ്ട്. ഞാനത് വിശദമായി പറയാം. ഇതുകൂടാതെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ അടിച്ചൊരു അടി കൂടി കേൾക്കണം. അതെന്ന് പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരാളാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഇത്ര പച്ചയായി അദ്ദേഹത്തിന് ഇതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാരണം ഈ കേരളത്തിൽ അത്യന്തം അപകടകരമായ അതേപോലെ തന്നെ നമ്മളിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ രസകരമായി കണ്ടു നിൽക്കാൻ കഴിയുന്ന കാരണങ്ങളുണ്ട്. ഈ ലോകത്തെവിടെയും എങ്ങനെയാണ് ഒരു ഇമേജ് ബിൽഡിംഗ് നടക്കുന്നത്, ഒരു പ്രതീതി നിർമ്മാണം നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ പ്രസിഡന്റായിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ, അദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെ ഒരു മുത്തച്ഛനായി അവിടെ ടിക്ടോക്ക് വീഡിയോകളിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രതീതി നിർമ്മാണമാണ് കേരളത്തിൽ നടക്കുന്നത് പല മീഡിയകളുടെയും സഹായത്തോടു കൂടി. അതിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറയാം. ആ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ, അതായത് നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യം പോലും അത് തെറ്റാണ് എന്ന് ഇദ്ദേഹം പ്രചരണത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിൽ അതേപോലെ അദ്ദേഹം അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനത് വിശദീകരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഓർമ്മയുണ്ടാവും. ആ പുതുപ്പള്ളി വലിയ വിജയം, 61% വോട്ട് നേടി 37,000 വോട്ടിൽ നേടി വിജയിച്ചതിന് ശേഷം ഈ ഒരു വാർത്താ സമ്മേളനം നടത്താൻ വരുമ്പോൾ കെ സുധാകരനും VD സതീശനും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു. ഞാൻ ആദ്യം സംസാരിക്കും, ഞാനാണ് ഒന്നാമൻ, അല്ല ഞാൻ ആദ്യം സംസാരിക്കും എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാകുന്നു. ഈ തർക്കമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ദേഷ്യത്തോടുകൂടി നേരെ ഈ മൈക്കെല്ലാം കെ സുധാകരൻ്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നു. കെ സുധാകരൻ പറയുന്നു, ഞാൻ പറഞ്ഞു തുടങ്ങാം, നിങ്ങൾ പിന്നീട് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ സംസാരിക്കുന്നില്ലെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ഇംഗ്ലീഷ് ചോദ്യം വന്നപ്പോഴേക്കും ആ ചോദ്യം ഒരു പണി കിട്ടിയല്ലോ എന്നുള്ള മട്ടിൽ സതീശൻ മിണ്ടാതിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ കെ സുധാകരനോട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നു, കെ സുധാകരൻ എന്നെ നിർബന്ധിച്ചു ഞാൻ സംസാരിക്കാൻ, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹം വിജയിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഇത് കൂടാതെ ഇനി അടുത്ത ഘട്ടം എന്താ, സമരാഗ്നി എന്ന് പറയുന്നൊരു ജാഥ കെ സുധാകരനും അതുപോലെ തന്നെ VD സതീശനും കൂടി നയിച്ചു. അപ്പോൾ അതിൽ ആലപ്പുഴയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിലുണ്ടായിട്ടുള്ള വാക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. ആ പറയുന്നത് വളരെ മോശപ്പെട്ട പദങ്ങളുണ്ടായി. അതായത് പ്രതിപക്ഷ നേതാവ് എവിടെ പോയി കിടക്കണേണ് എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചീത്ത വർത്താനാണ്. ആ വർത്താനം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇദ്ദേഹം വന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ തമ്മിൽ ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കാറ് എന്ന് പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതും ആളുകൾ എന്ത് ചെയ്തു, ക്ഷമിച്ചു. ഇനി ഇതിന് ശേഷം പുതുയുഗ യാത്ര എന്ന് പറയുന്നൊരു യാത്രയിൽ അദ്ദേഹം കോഴിക്കോട് എത്തി നിൽക്കുമ്പോൾ ഷാഫിയെ, അവിടെ MP ആയിട്ടുള്ള ഷാഫിയെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചില്ല. ഈ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരുന്ന ഷാഫി അവിടെ ദേഷ്യപ്പെടുന്നതും ഒരു ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി പിടിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷവും അദ്ദേഹം നമ്മളോട് പറയുന്നൊരു അസത്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കള്ളം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ഷാഫി തന്നെ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്നില്ല, സമയം പോയില്ലേ, പ്രതിപക്ഷ നേതാവ് മാത്രം പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. ഇതും കഴിഞ്ഞ് നാലാമത്തെ ഒരു ഇൻസിഡൻറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം, പറഞ്ഞു പോയാൽ തീരില്ല. നാലാമത്തെ ഒരു ഇൻസിഡൻറ്റ്, കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം സതീശൻ വന്നിട്ടൊരു ബൈറ്റ് കൊടുക്കുകയാണ്, ഇതിനെക്കുറിച്ച് റെസ്പോൺസ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം, യഥാർത്ഥത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കെ സുധാകരൻ ഇട്ടതല്ല, അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ അറിയില്ല, ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ വന്നിട്ട് പറയുന്നു, ഇടയ്ക്കൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ കെ സുധാകരന് വേണ്ടി സംസാരിച്ചു, അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ വന്നിട്ട് പറയുന്നു, ആ പോസ്റ്റ് ഞാൻ തന്നെ ഇട്ടതാണ്, എന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ
അദ്ദേഹം ഇതുപോലെ നമ്മളെ കൺമുമ്പിൽ കണ്ട സത്യങ്ങളെ പോലും നുണയാണ് എന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിൻ്റെ കോൺഫിഡൻസിലാണ്. അതായത് ലോകത്തൊരിടത്തും നടക്കാത്ത പോലെ, ഈ ഗീബൽസ് ഒക്കെ പോലും ഒന്നുമല്ല, അതുപോലെയുള്ള കോൺഫിഡൻസിലാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇതുപോലെ മുഖത്തു നോക്കി അസത്യങ്ങളുമായി വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊന്ന് ആലോചിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. യഥാർത്ഥത്തിൽ ആ രീതികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പം അദ്ദേഹം ഒരു പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന ആളുകൾ സാധാരണ ഒരു പുളു അടിക്കുന്നത് പോലെ വേണമെങ്കിൽ നമുക്കത് കേട്ടിരിക്കാമായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ. പക്ഷെ നമ്മുടെ ദൗർഭാഗ്യത്തിന് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും താങ്കൾ ഇത്തരത്തിലുള്ള അസത്യ പ്രസ്താവനകൾ നിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതും മണിക്കൂറുകൾ പോലും ആയുസില്ലാത്ത പൊളിഞ്ഞു വീഴുന്ന അസത്യ പ്രചരണങ്ങൾ. ശരി, ഞാൻ ശ്രീ പി കെ ഗോപൻ, ഇതിൽ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം നേരത്തെ ഉദാഹരിച്ച് സംസാരിച്ചു വന്നു. അതിലൊരു കാര്യം കൂടി, ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ എംപവേർഡ് കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു വെച്ചതാണോ എന്നറിയില്ല, വളരെ ചെറിയൊരു വാചകമുണ്ട്. അത് കേട്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ, അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. താങ്കൾ ശ്രദ്ധിച്ചോ? അതായത് കരാറിന് വിരുദ്ധമാണ്, കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ പറയാണ്, ഇവർ വന്നാൽ ഈ പോർട്ടിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ഇവർ വന്നാൽ ആ രീതിയിലേക്ക് ഉള്ളിലേക്ക് എടുത്ത ഒരു മട്ടിലാണ് അദ്ദേഹം കാണുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്നത് എന്ത് തെറ്റാണ് ചെയ്തത്. ഇപ്പോൾ ക്ലോസ് 5(9) ഈ കരാറിൻ്റെ 5(9) പ്രകാരം തൂത്തുക്കുടി പോർട്ടിൽ ഷെയറുള്ള ഓഹരി ഉടമസ്ഥാവകാശമുള്ള MSC കമ്പനിക്ക് ഇവിടെ വിഴിഞ്ഞത്ത് ഷെയർ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്പ്യൂട്ട് പോലും ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് AGയെ ചുമതലപ്പെടുത്തിയിട്ടില്ല, നിയമോപദേശം തേടിയിട്ടില്ല, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണല്ലോ അദാനി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ആ രംഗത്തെ വൈദഗ്ധ്യമുള്ള ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ അടിയന്തരമായി സംസ്ഥാന സർക്കാർ കത്തയക്കേണ്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ്. അദാനി ഇങ്ങനൊരു നീക്കം പ്രയർ സാങ്ഷൻ ഇല്ലാതെ ചെയ്തിരിക്കുന്നു, അത്തരം സ്റ്റെപ്സ് ഒന്നും എടുത്തിട്ടില്ല, AGയുടെ നിയമോപദേശം തേടിയിട്ടില്ല. AGയുടെ നിയമോപദേശം തേടി ഈ സ്റ്റെപ്സിലേക്ക് പോകുന്നതിന് പകരമാണ് എംപവേർഡ് കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പറയാണ് ഇവർ വന്നാൽ. അപ്പോൾ ആ ഫോക്കസ് അങ്ങനെ നിൽക്കുകയാണ് എന്നൊരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പ്രകടമാവുകയല്ലേ. എന്നാൽ ഇപ്പുറത്ത് കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുമെന്നും അദ്ദേഹം വളരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ച് പറഞ്ഞു വെക്കാനും എന്നിട്ട് തിരിച്ച് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഇങ്ങനെയും ഒരു വാചകമുണ്ട്. ശ്രീ ഗോപൻ കേൾക്കാമോ? ശ്രീ ഗോപൻ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ കട്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീ KJ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എംപവേർഡ് കമ്മിറ്റിക്ക് ഉള്ള ഊന്നൽ ഏത് ദിശയിലാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുണ്ട് എന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അത് ഡിസ്പ്യൂട്ട് ചെയ്യാം, അതിനെ അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അങ്ങനെ ഒരു തോന്നൽ പ്രബലമായി വരും വിധത്തിലേക്ക് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനി പറഞ്ഞു പോയതാണോ വിശദീകരിച്ചതിനിടയിൽ സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. പക്ഷേ ആ ഒരു തോന്നൽ എംപവേർഡ് കമ്മിറ്റി എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയല്ലേ, സർക്കാരിൻ്റെ താല്പര്യം വെളിപ്പെടുകയല്ലേ? ശരത്തെ അവസാനത്തിലൊന്നും കേട്ടില്ല, ചോദ്യം ഒന്നും ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ KJ നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. അതായത് ശ്രീ KJ നമ്മളങ്ങനെ ഒരു ഊഹം വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം കേൾക്കാമോ? ശരത്ത് കേൾക്കാമോ? കേൾക്കാം. ഇവർ വന്നാൽ നമ്മളൊരു ഊഹം വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തെ അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ ഓഹരി വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ MSCയുമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി നടക്കുന്നുണ്ട്. അത് കുറച്ച് കാലമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 3 മാസം മുമ്പെങ്കിലും എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു. അപ്പോൾ അത് വളരെ നാച്ചുറലാണ്. എനിക്കതിൻ്റെ അകത്ത് അതിശയം തോന്നിയത് 25% അപ്പുറത്തേക്ക് 49% പോകും എന്ന് പറഞ്ഞിടത്ത് മാത്രമേ ഒരു അതിശയമുള്ളൂ. അതല്ലെങ്കിൽ അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളതോ ഇത് നടക്കില്ല എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പം അതിൻ്റെ അകത്ത് അദ്ദേഹം ഉത്തരം പറയേണ്ട ചോദ്യം
ഇതിപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കിയത് MSc അല്ല, MScക്ക് ഓഹരി MScയുടെ 100% ഓഹരി സാന്നിധ്യമുള്ള 100% സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു സബ്സിഡിയറി, ആ സബ്സിഡിയറിയിൽ ആഗോള കുത്തക മൂലധനം എന്ന് നമ്മുടെ നാട്ടിൽ പറയാവുന്ന ബ്ലാക്ക് റോക്ക് അവരും MSCയും കൂടെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനിക്കാണ് വിഴിഞ്ഞത്തിൻ്റെ നിയന്ത്രണാവകാശം, വിഴിഞ്ഞത്തെ ഈ 49% പോകാൻ വേണ്ടി പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ചോദ്യമാണ് ശ്രീ VD സതീശൻ സ്വയം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മനുഷ്യരെ അങ്ങനെ വിശ്വസിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ശ്രീ VD സതീശൻ കേരളത്തിലെ മനുഷ്യരോട് പറയേണ്ടിയിരിക്കുന്ന കാര്യം, ഈ 13 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം GDPയുടെ 3 ഇരട്ടി അത്രയും വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന, അത്രയും വലിയ അസറ്റ് കൈകാര്യം ചെയ്യുന്ന, ലോകത്തിലെ പല തന്ത്രപ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലെ നിയന്ത്രണാധികാരമുള്ള, ഫൈനാൻസ് ക്യാപിറ്റലിൽ ലോകത്തിലെ 1ാം നമ്പർ കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലേക്ക് വിഴിഞ്ഞം എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം, ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്വപ്നം, കേരളീയരുടെ മൊത്തം സ്വപ്നം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ നിയന്ത്രണാവകാശം, നടത്തിപ്പവകാശം ഈ കമ്പനിയുടെ കയ്യിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ സതീശൻ മറുപടി പറയേണ്ടത്. അവിടെയാണ് ഈ നമ്മൾക്ക് വായിൽ വരുന്ന സ്വയം നമുക്കിഷ്ടമുള്ള വിശേഷണങ്ങളൊക്കെ നമ്മൾ സ്വയം ഏറ്റുപിടിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആ പറയുന്നതിൻ്റെ ഗൗരവം എന്താണ് എന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിഴിഞ്ഞത്ത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ സിമ്പിളായിട്ടുള്ള അദ്ദേഹത്തോട് തിരിച്ചുള്ള ചോദ്യം, എങ്ങനെയാണ് ഇത്രയും വലിയൊരു കുത്തക കമ്പനിക്ക് ഇവിടെ LDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരണം അവർക്ക് ഇത് പ്രോജക്റ്റ് ഓണായി കഴിഞ്ഞാൽ ഒരു വർഷത്തിലുള്ള അവർക്ക് സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്യാം, അവർക്ക് ഓഹരി വിൽക്കാം. എന്തുകൊണ്ടാണ് LDFൻ്റെ സമയത്ത് ഇത് വരാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്വപ്നം, എൻ്റെ സ്വപ്ന വിഷയമാണ് കേരളം മുഴുവൻ ഒരു പോർട്ട് സിറ്റി ആക്കണം എന്നുള്ള സ്വപ്നവുമായി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ അദാനിയുടെ ഓഹരി ഇത്ര വൻതോതിൽ, അതായത് അതിൻ്റെ കരാറിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഓഹരി വിൽക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം പറയേണ്ടത്. അങ്ങനെ ഓഹരി വിൽക്കുമ്പോൾ അദ്ദേഹം അനുവാദം കൊടുക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ സർക്കാർ അനുവാദം കൊടുക്കുകയാണ് എങ്കിൽ, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ശ്രീ VD സതീശൻ്റെ, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ശ്രീ VD സതീശൻ്റെ സർക്കാർ ഈ ഓഹരി ട്രാൻസാക്ഷനും അനുവാദം കൊടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനല്ല കേട്ടോ ഞാൻ. സത്യത്തിൽ അവിടെ MSc വരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വല്ലാർപാടത്ത് അങ്ങനത്തെ ഒരു കമ്പനി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ കൺട്രോൾ, അത് 49% എന്ന് പറയുമ്പം അതിൻ്റെ പ്രാക്ടിക്കൽ കൺട്രോളുണ്ട്. അതിൻ്റെ അകത്ത് ഈ കരാറിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ നാഷണൽ സെക്യൂരിറ്റി എലമെൻ്റ് ഉണ്ട്, പൊതു താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അദ്ദേഹം സ്വയം എടുത്തെളിഞ്ഞിരിക്കുന്ന തലപ്പാവും ഈ വിശേഷണങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണ് എന്ന് കേരളത്തോട് പറഞ്ഞാൽ മതി. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നില്ല. എന്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചത്, ഈ സ്വപ്ന പദ്ധതി എന്ന് അദ്ദേഹം പറയുമ്പം, അദ്ദേഹത്തിൻ്റെ കേരളം മുഴുവൻ പോർട്ട് സിറ്റി ആക്കണം എന്ന് പറയുമ്പം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു കുത്തക കമ്പനിയുടെ നിയന്ത്രണാവകാശത്തിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം കൈവെക്കുവോ? അത് മാത്രം പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കോൺഗ്രസ്സുകാർ അത് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പിന്നെ പല തുറമുഖങ്ങളും സ്വകാര്യ മേഖലയും കോൺഗ്രസ് കൂടി ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ KJ, അങ്ങനെയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി നേരിടുന്നില്ലേ? അദാനിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ്? ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അദാനിയോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ് വിചാരിച്ചത്, കേരളത്തിൽ നിങ്ങൾ സൂപ്പർ സർക്കാരാകണ്ട എന്നല്ലേ പറഞ്ഞത്? കാരണം നിങ്ങൾ BJP ഭരിക്കുന്നിടത്ത് അങ്ങനെയായിരിക്കും, പക്ഷേ ഇവിടെ അത് വേണ്ട എന്ന് KC വേണുഗോപാലും ഹൈക്കമാൻഡും പറയുന്ന ഇടത്ത് ഈ പാറ്റേണിൽ VD സതീശൻ മുന്നോട്ട് പോയാൽ അദ്ദേഹം നേരിടുന്നൊരു രാഷ്ട്രീയ ചോദ്യം അതിനകത്തില്ലേ? അതുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രീ സതീശൻ്റെ അടുത്ത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അദാനിയുമായി എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതിൽ ശ്രീ സതീശന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ എന്താണ് സതീശൻ ചെയ്യേണ്ടത്?
കോൺഗ്രസിൻ്റെ നിലപാടനുസരിച്ച് അദാനിയുടെ സ്റ്റേക്ക് വേറൊരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വിൽക്കുന്ന കേസാണ്. അദാനിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക അല്ല ചെയ്യുന്നത്. സംശയമുണ്ടോ? കാരണം 2500 കോടി മുടക്കിയ അദാനിക്ക് 13,000 കോടിയുടെ ഒരു വിൽപ്പന സാധ്യമാക്കി കൊടുക്കും വിധത്തിലേക്ക് പെരുമാറിയ, സഹായകരമായി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് സർക്കാർ എന്ന ആ ലേബലും കൂടി അങ്ങ് ഏറ്റെടുത്താൽ മതി. അതാ ഈ നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സതീശൻ, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന സതീശന് മാത്രമല്ല, UDF അഞ്ച് ഇടതുപക്ഷ കക്ഷികളുണ്ടെന്നാണ് പറഞ്ഞത്. 5 ഇടതുപക്ഷ കക്ഷികൾ UDF ഇവരൊക്കെ ഈ ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലേക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ നിയന്ത്രണം പോണോ എന്നുള്ളതിനെക്കുറിച്ച് ഇവരൊക്കെ നേരുന്ന മലയാളികളോട് വിശദീകരിച്ചാൽ മതി. നമുക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സ്റ്റേക്കൊന്നുമില്ല. നമുക്ക് അത് സംസ്ഥാനത്തിന് ഉത്തമ താല്പര്യങ്ങൾ അവർ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഈ വർത്തമാനം പറച്ചിലുണ്ടല്ലോ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങളാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വർത്തമാനം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഈ ഒരു ഡീലിൽ നമ്മൾ അവിടെ അന്നേരം ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പം പ്രത്യേകിച്ച് അദ്ദേഹം ഉത്തരവൊന്നും പറയേണ്ടതില്ല, അപ്പോൾ പറഞ്ഞാൽ മതി. റൈറ്റ്, അതൊരു ഡീലായി തന്നെ മാറുന്നു എന്നത് നാൾക്ക് നാൾ പ്രബലമാവുകയാണ്. ഇപ്പോൾ അദാനി VDS കൂട്ടുകെട്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിലൊരു പ്രധാനപ്പെട്ട ടൂളായി ഒരുപക്ഷെ എംപവേർഡ് കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളത് മാറിയേക്കാം എന്നുള്ളിടത്താണ് കേരളം ഇന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി നിയമപരമായ കരാറിൽ നിന്നുകൊണ്ട് പോകേണ്ട വഴികളിലേക്ക് പോകാതെ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ളൊരു കത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഞാനതാണ് വീണ്ടും സ്പെസിഫിക്കായി പറയുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ചർച്ചകളിലും വന്നിട്ടില്ല എന്ന് പലരും അത്ഭുതത്തോടെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ് ഈ കാര്യം കാണിച്ച് പ്രയർ സാങ്ഷൻ ഇല്ലാതെ ഈ നീക്കങ്ങളൊക്കെ ഈ കമ്പനി നടത്തിയിരിക്കുന്നു, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സർക്കാരിന് പോകാമായിരുന്നു. അതും സർക്കാർ ചെയ്തിട്ടില്ല. എന്നാൽ ഈ എംപവേർഡ് കമ്മിറ്റി ഈ പറഞ്ഞ ഡീലിനും കൂട്ടുകെട്ടിനും ഒരു ടൂളായി മാറുകയാണോ? മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ അവർ വന്നാൽ നേട്ടം എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കാനാണോ ഈ എംപവേർഡ് കമ്മിറ്റി എന്നുള്ളതാണ്. AG മാറുന്നു, അല്ലെങ്കിൽ AG ആരെന്നുള്ളതല്ല, ആ നിയമപരമായ ലീഗൽ ഇൻസ്പെക്ഷന് പകരം ഈ വഴി തിരഞ്ഞെടുക്കുന്നു. രണ്ടാമതൊന്നുകൂടി അദ്ദേഹത്തിൻ്റെ ആ വാക്യത്തിൻ്റെ ഒടുവിലുണ്ട്, ഇതൊക്കെ പരിശോധിച്ചാലും കേന്ദ്രത്തിൻ്റെ സാങ്ഷൻ വാങ്ങിക്കൊണ്ടുവരണം, സാങ്ഷൻ കിട്ടണം, അതിനുശേഷമേ സംസ്ഥാന സർക്കാർ. അതിലും ഒരുപക്ഷെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം അപ്പുറത്ത് അദാനിയാണ്, കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാണ് എന്ന നിലയിൽ കൂടി ഇക്കാര്യത്തിൽ ഈ ഓഹരി വിൽപ്പനയെ സാധൂകരിക്കാം എന്നാകാം ഒരുപക്ഷെ അദ്ദേഹം കണക്ക് കൂട്ടുന്നത് എന്ന് തോന്നുന്നു. ഞാൻ ഈ വിഷയത്തിനും അപ്പുറത്തേക്ക് കൂടി പോകാൻ 1-2 കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡോക്ടർ ഗോപനോട് നേരത്തെ ഞാൻ തങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കേൾക്കാനുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിവാദത്തിൻ്റെ തിരി കൊളുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അത് പൊടുന്നനവേ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ 21 വകുപ്പുകൾ കൈകാര്യം ചെയ്യില്ല. കാരണം അദ്ദേഹം ഈ വളരെ സുപ്രധാനമായ, പ്രത്യേകിച്ച് ഈ ഡീലും കൂട്ടുകെട്ടുമായിട്ടൊക്കെ എപ്പോഴും ചർച്ച, അത് ബെക്കാടി വന്നാലും അദാനി വന്നാലും ഒക്കെ വരുന്ന ധനകാര്യവും നിയമവും എല്ലാം ചേർന്ന് വരുന്ന, തുറമുഖവും ചേർന്ന് വരുന്ന ഈ കോമ്പിനേഷൻ വലിയ ചർച്ചയായപ്പോൾ അദ്ദേഹം വല്ലാണ്ടങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ അല്പം ഇറിറ്റേറ്റഡ് ആവുകയോ ചെയ്തിട്ടുണ്ടാകാം. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ എത്ര വകുപ്പുകൾ കൈയാളി, IT വകുപ്പ് എന്തിന് എന്ന് സ്പെസിഫിക്കായി ഒന്ന് ഹുക്ക് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ അത് കാണാം. അതിന് ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ട്. 30 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ, 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാരുകളിൽ കഴിഞ്ഞ സർക്കാരുകൾ ചിലതിനെ എടുത്താൽ, ഈ 2016 വന്നതല്ല, സർക്കാരുകളെ എടുത്താൽ ആ സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാർ IT വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് കാണാൻ സാധിക്കും. അന്നും അതറിയാത്തയാളല്ല ഇന്നത്തെ മുഖ്യമന്ത്രി. 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം IT വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയായിരുന്നു. 1996, 2001 കാലത്ത് നായനാരായിരുന്നു മുഖ്യമന്ത്രി.
കെ നായനാർ IT വകുപ്പ് ആ ഘട്ടത്തിൽ കൈകാര്യം ചെയ്ത. അപ്പോ ഇദ്ദേഹം മുഖ്യമന്ത്രി ശ്രീ ഗോപൻ, യഥാർത്ഥത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ സ്തുതിക്കുകയല്ലേ വേണ്ടത്? അദ്ദേഹം ഇങ്ങനെ നിലനിൽപ്പില്ലാത്ത ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ആ വാർത്താ സമ്മേളനം ഒന്ന് കഴിച്ചുകൂട്ടാൻ മട്ടിൽ പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് മുൻകാല അനുഭവങ്ങൾ, ഇതിൻ്റെ കീഴ്വഴക്കങ്ങൾ, ഇതെല്ലാം ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ കഴിയുന്നു. ഇത് കേട്ടിരിക്കുന്ന ആർക്കും ആ കാലത്തേക്കൊക്കെ സഞ്ചരിക്കാം. കെ നായനാർ IT വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്താണ് കേരളത്തിൽ ടെക്നോ പാർക്കിൻ്റെ വരവ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ഒരുപാട് തവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി ചെയ്തു തരുന്ന സേവനം മഹത്തരമാണ്. ഈ 50 ദിവസത്തെ ഈ ഒരു അനുഭവം കൂടി നോക്കിയാൽ അങ്ങനെയും അതിനൊരു സാധ്യതയുണ്ട്, അങ്ങനെയും ഒരു വായന സാധ്യമാണ് അദ്ദേഹം ചെയ്യുന്നത് പരിശോധിച്ചാൽ. അല്ല, എനിക്ക് ശരത്ത് നേരത്തെ ചോദിച്ചപ്പം ഓടി വന്നൊരു കാര്യം, ഈ കിലുക്കം സിനിമ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഹോട്ടൽ മുഴുവൻ തല്ലി പൊട്ടിച്ചു, മേശ മൊത്തം തല്ലി പൊട്ടിച്ചു, അവസാനം പിന്നെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞു, ഒടുവിൽ ചെടിച്ചട്ടി എടുത്ത് ചോദിക്കാൻ വന്ന ആളിൻ്റെ തലയ്ക്കടിച്ചു. എന്നിട്ട് രേവതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ അവൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് അവസാനം ചെടിച്ചട്ടി എടുത്ത് തലയ്ക്ക് ഒരടി കൊടുത്ത് അവൻ്റെ തല പൊട്ടി ചോര ഒഴുകി, അവനെ ആശുപത്രി കൊണ്ടുപോയി. ഇതാ ഞാൻ ചെയ്തത്, ഇതൊരു തെറ്റാണോ എന്ന് രേവതി ചോദിക്കുന്ന അതേ സ്വഭാവത്തിലാണ് VD സതീശൻ ഇപ്പോൾ കേരളത്തിലെ ആളോട് ചോദിക്കുന്നത്. നുണകൾ പറഞ്ഞ് അദ്ദേഹം വലിയ രാക്ഷസനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ ചർച്ചയായി വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാഞ്ഞാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ പത്രം, അദ്ദേഹത്തിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പത്രങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖമായ രണ്ടാമത്തെ പത്രം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ഫുൾ പേജല്ല 2 പേജ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെക്കുറിച്ച് അവർ വാദോരാതെ പാടി പുകഴ്ത്തിയിട്ട് നെഹ്റുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൂടുതൽ മലയാളിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന സൂചനയൊക്കെ കൊടുത്തിട്ടാണ് അവർ ആ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ശുദ്ധമായ ഒരു അസംബന്ധം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ അസംബന്ധം സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ സമീപനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന നാളുകളിൽ അവരെടുത്തത്. അതായത് ഫാസിസത്തിനെതിരായ സമീപനമാണ് നെഹ്റു എടുത്തത്, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ജർമ്മനിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തതെന്ന് ശുദ്ധമായ പച്ചക്കള്ളം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തൽക്കാലം ബ്രിട്ടനെ ദുർബലപ്പെടുത്തേണ്ടതില്ല, മറിച്ച് ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുവരവ് അനുവദിക്കാൻ പറ്റില്ല. അവർ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ പരാജയപ്പെടും. ബ്രിട്ടൻ പരാജയപ്പെട്ടാൽ ബ്രിട്ടൻ്റെ കോളനി രാഷ്ട്രമായ ഇന്ത്യ ജർമ്മനിയുടെ കയ്യിൽ, ഹിറ്റ്ലറുടെ കയ്യിൽ അകപ്പെടും. അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ ഒരു ചുവട് പുറകോട്ട് വെക്കുന്നത് 2 ചുവട് മുന്നോട്ട് വയ്ക്കാനാണ്. തൽക്കാലം അത്തരം ഒരു സമരത്തോട് നമ്മുടെ അഭിപ്രായം അതാണ് എന്ന് പറയുകയും, സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ 2 കോടി കമ്മ്യൂണിസ്റ്റുകാർ നഷ്ടപ്പെട്ട് ജർമ്മനിയെ പരാജയപ്പെടുത്തി ഹിറ്റ്ലർ പോയി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതിനെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം. കോൺഗ്രസ് എന്ത് നിലപാടാണോ എടുത്തത് അതിന് വിപരീതമായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറയുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാടാണോ സാർവദേശീയമായി എടുത്തത് അതിനെതിരായിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് എന്ന് വിശദീകരിക്കുക. അത് ആ പത്രത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അടിച്ചു വന്നൊരു കാര്യമാണ്. അതിൽ നെഹ്റുവിൻ്റെ കാര്യം അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ നെഹ്റു ഒരു യുക്തിവാദിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോട് യോജിക്കുന്നതുമില്ല. നെഹ്റു എല്ലാത്തിനെയും പരിഗണിച്ചിരുന്നു. അങ്ങനെ ഒഴുക്കൻ മട്ടിലാണ് അദ്ദേഹം ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണത്. മൂന്നാമത്തെ കാര്യം, നെഹ്റു ആണെങ്കിൽ LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടിരുന്ന ചെറിയ ഇൻഷുറൻസ് കമ്പനികളെ യോജിപ്പിച്ചെടുത്തിട്ടാണ് അദ്ദേഹം 956 എൻ്റെ ഓർമ്മ ഈ LICയെ ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി അദ്ദേഹം പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത്. അതുപോലെ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കാതിരിക്കാനും അദ്ദേഹം പരിശ്രമിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടുകൂടി ബക്രാനങ്കൽ അണക്കെട്ട് ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടാക്കാനും പരിശ്രമിച്ചു. നേർ വിപരീതമാണ് നരസിംഹറാവു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എല്ലാവരും സ്വീകരിച്ച സമീപനം. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിനെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം അദാനിക്ക് തുറമുഖം പോകാതിരിക്കാൻ പരിശ്രമിക്കണം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അദാനിയുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് കേരളത്തിൽ നമ്മൾ ഇലക്ഷൻ സമയത്ത് തിരിച്ചറിയപ്പെടാതെ പോയൊരു കാര്യമാണത്. VD സതീശനെയാണ് അവരെല്ലാം മുൻനിർത്തിയത്. കാരണം KC വേണുഗോപാലിനെ അദാനിക്ക് അത്ര വിശ്വാസമില്ലാത്തത് തൽക്കാലത്തേക്കെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ
അദാനിയും കോൺഗ്രസ്സുമായിട്ടൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം BJPയുടെ ആളാണ് അദാനി, കോൺഗ്രസിൻ്റെ ആളാണ് അംബാനി. അംബാനി അല്പം പിറകോട്ട് പോവുകയും അദാനി മുന്നിലേക്ക് വരികയും ചെയ്തു. ഇതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ അദാനിയെ ലക്ഷ്യമിട്ടുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. രാഹുൽ ഗാന്ധി ഇന്ത്യ യൂണിയൻ്റെ കമ്മിറ്റിക്കകത്ത് വളരെ തെറ്റായ ഒരു ആക്ഷേപം ഇടതുപക്ഷത്തിനെതിരായിട്ട് വെച്ചു. ഈ തുറമുഖം ഇടതുപക്ഷമാണ് അദാനിക്ക് കൊടുത്തത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ മാധ്യമങ്ങളൊരു പൊതുബോധം സൃഷ്ടിച്ചു. തൊഴിലവസരം ഉണ്ടാക്കാൻ, വിദേശ ബന്ധമുണ്ടാക്കാൻ വലിയൊരു തുറമുഖ സാധ്യതയാണ് വിഴിഞ്ഞത്ത്. അത് അദാനിയെപ്പോലുള്ള ആളുകൾ ഏറ്റെടുത്താലേ നന്നാവൂ. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ദുർബലപ്പെടുകയാണ്. ഈ നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് പ്രതീതി സൃഷ്ടിച്ച് അദാനിക്ക് കൊടുപ്പിക്കാൻ നല്ല മാധ്യമങ്ങളുടെ പരിചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അദാനി ആ തുറമുഖം പിടിച്ചെടുത്ത്, തിരുവനന്തപുരം എയർപോർട്ടും പിടിച്ചെടുത്ത്, സീപോർട്ടും പിടിച്ചെടുത്ത്, പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പിടിച്ചെടുത്ത്, അങ്ങനെയുള്ള അദാനിയുടെ കാര്യം അറിയാൻ വയ്യാത്തതാണോ രാഹുൽ ഗാന്ധി? അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് അത്തരം ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ശ്രീ ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർത്തപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വിശദീകരണമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ VD സതീശൻ കാണിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായി അതിൻ്റെ വികസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, ഞാൻ കണക്ക് കൂട്ടുന്നത് രണ്ടാമത് LDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ 99 സീറ്റുമായിട്ട് വന്നതിൻ്റെ അടുത്ത ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചല്ലോ. അന്ന് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ സമ്പന്ന ശക്തികളെ കൂട്ടിയോജിപ്പിക്കൽ. നമ്മൾ ഈ അവസാനം കണ്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ യോജിപ്പിക്കൽ മാത്രമല്ല, കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ അധികാരികൾ, കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വമ്പൻ ശക്തികൾ, കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന് വിപരീതമായിട്ട് നിൽക്കുന്നവർ, കേരളത്തിലെ ചെറുപ്പക്കാരെ മോഹിപ്പിക്കാൻ വേണ്ടി അവസാനം പറഞ്ഞ മോഡിഫിക്കേഷൻ, അവസാനം 3-4 കോടി രൂപ കുട്ടികളിൽ നിന്ന് പിടിച്ചെടുത്ത് അവർ മോഡിഫൈ ചെയ്തപ്പോൾ ആശാ വർക്കേഴ്സിന് 21,000 രൂപ 3,000 കൊടുത്ത് അവരെ ഒതുക്കി. മറ്റ് ഓരോ മേഖലയ്ക്കും KSRTC ഒരു 35 ലക്ഷം പേർക്ക് 1,000 രൂപ കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അന്ന് മുതൽ കേരളത്തിലെ സമ്പന്ന ശക്തികൾ ഇദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട്. കേരളത്തിലെ വൻകിട മാധ്യമങ്ങൾ സതീശൻ്റെ പിറകിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് കേരളത്തിൽ LDFനെതിരായിട്ട് പ്രചണ്ഡമായ പ്രചാരണം. ആർക്കും അതിൻ്റെ സമ്പത്ത് കണക്കാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര BJP ചെലവാക്കിയതിനോളമോ അതിനേക്കാൾ അല്പം കൂടുതലോ സതീശന് ചെലവാക്കാൻ പറ്റിയതിനകത്ത് അദാനിയുടെ സമ്പത്തുണ്ട്. അദാനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് കിഷോർ റെൽവെയായിട്ടുള്ള അലയൻസിന് വേണ്ടി തന്നെയാണ് മംഗലാപുരത്ത് പോയതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ കേരളത്തിൻ്റെ LDFനെ സംബന്ധിച്ച് ചിലപ്പം ഐശ്വര്യമാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം രാഷ്ട്രീയമായി നമുക്ക് വേണേൽ അങ്ങനെ പറയാം, ഈ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം. പക്ഷെ കേരളത്തിൻ്റെ നാശത്തിൻ്റെ പ്രതീകമായി ഈ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനെ പരിഗണിച്ചുകൊണ്ട് കേരളത്തെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. ഇത് LDFന്റെ UDFന്റെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളെ കളിപ്പിക്കുന്നതിന്റെ പ്രശ്നം കൂടിയാണ്. ഓക്കെ, റൈറ്റ്. ഇത് അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം. ജനങ്ങളിലേക്ക് പ്രതിപക്ഷത്തിൻ്റേതായ കാഴ്ചപ്പാടുകൾ, ഭരണത്തിൻ്റെ പോരായ്മകൾ ഒക്കെ കൂടുതലായി വിശദീകരിക്കാൻ ഒരുപക്ഷെ പലപ്പോഴും പ്രതിപക്ഷ നേതാവിന് പറയുന്നത് കേട്ടു, പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിലും അധികം ഈ സർക്കാരിനെ കുറിച്ച് വിമർശനപരമായി ജനങ്ങൾക്ക് മുമ്പാകെ സംസാരിക്കേണ്ടി വന്നു, തുടക്കമായിട്ട് പോലും എന്ന് പറയുന്നൊരു നില സമ്മാനിച്ചത് സർക്കാർ തന്നെയാണ്. വിശേഷിച്ച് അതിൽ തന്നെ മുഖ്യമന്ത്രിയാണ് അതിലൊരു വലിയ സംഭാവന നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങൾ, അതുപോലെ തന്നെ നിലനിൽപ്പില്ലാത്ത വാദമുഖങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായ നിരവധി സംഭാവനകൾ. അതുകൂടിയാണല്ലോ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം. രതീഷ്, നേരത്തെ പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എത്ര വകുപ്പുകൾ അദ്ദേഹം കൈയാളി എന്നതാണ് അമ്പരപ്പോടെ, അല്ലെങ്കിൽ വളരെ ഒരു വികസിച്ച രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതെന്ന് ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് 21 or 22 അല്ലേ? VD സതീശൻ്റെ ആകെ വകുപ്പുകളുടെ എണ്ണം അറിയാമോ? അല്ല, അത് അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത്. 29. VD സതീശൻ്റെ, മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ 29 വകുപ്പുകൾ. ഹലോ, അതെ, 29 അല്ല, 39 വകുപ്പുകളാണ്. അതും ധനകാര്യവും നിയമവും 39 വകുപ്പ്, തുറമുഖവും അടക്കം. യെസ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്.
പറഞ്ഞോളൂ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയുള്ളത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ധനകാര്യമോ അല്ലെങ്കിൽ തുറമുഖമോ പോലെയുള്ള വകുപ്പുകൾ പോലും വേണമെന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പാർട്ടി നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതാണെന്നാണ് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം വേണമെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പോ അതുപോലെയുള്ള ഏതെങ്കിലും ചെറിയ വകുപ്പുകളെടുത്ത് മുഖ്യമന്ത്രിയായി തുടർന്നേനെ എന്നുള്ള നിലക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം നേരത്തെ ജേക്കബ് സാർ, ശരി, നമ്മൾ തമ്മിൽ ആ കണക്ക് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ 39 പറഞ്ഞത്. 35 ലേറ്റസ്റ്റ് കണക്ക് 35 ശരി, രതീഷ് പറഞ്ഞോളൂ സാർ, പറഞ്ഞു. ഓക്കെ, ശരി. ജേക്കബ് സാറ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇത് ഈ തവണ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഒന്നുമല്ല. കാരണം ഒരു കമ്പനി, പ്രത്യേകിച്ചും മെറിഡിയൻ ഷിപ്പിംഗ് കമ്പനി പോലെയുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി 13,270 കോടി രൂപ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് ഒരു 3 കൊല്ലമെങ്കിലും അവർ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും വളരെ വിശദമായ പഠനം നടത്തി നേരത്തെ തന്നെ മുദ്രയിലും എണ്ണൂറിലും ഒക്കെ തന്നെ ഇവരുടെ പാർട്ണറായിരുന്ന ആളുകളോട് നേരത്തെ തന്നെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ ചിലത്തെ 2015 ഈ പ്രൊജക്ട് ഏറ്റെടുക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും ഇതുപോലെയുള്ള ഡയലോഗ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് ഏറ്റവും ഒടുവിൽ വളരെ ആപ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ പോവുകയും വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ സമയത്തേക്ക് അവർ കൃത്യമായിട്ട് ഇത് പിച്ച് ചെയ്തത്. അല്ലാതെ ഒരു ഷെയർ ട്രാൻസ്ഫർ ഒന്നും ഒരു കാരണവശാലും ഒരു കൊല്ലം ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ PK ഗോപൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ CPM പോലും വേണ്ടത്ര ശ്രദ്ധിച്ചോ എന്നെനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. 2021 2% വോട്ടുകൾ കൂടിക്കൊണ്ട് 8 സീറ്റുകൾ കൂടിക്കൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് വന്നത് മുതൽ കേരളത്തിൽ ഒരു വലിയ നെക്സസ് കാണാമായിരുന്നു. ആ നെക്സസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കുപുറത്ത് മുതൽ 8.5 കൊല്ലം മുമ്പ് പറഞ്ഞതും അതുപോലെ പിന്നീടുള്ള ചില വാക്യങ്ങളും അടക്കം അത്ര ഗൗരവതരമല്ലാത്ത പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ വളരെ നിശിതമായി ആക്രമിക്കാനായിട്ട് നിരവധി മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചിരുന്നു. ആ കൂട്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യമായി ഇത് കേരളത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ തന്നെ ഒരു പോഡ്കാസ്റ്റിൽ. അതായത് ഈ VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തുറമുഖം കയ്യിലേക്ക് വെച്ചു, അതുപോലെ ധനം കയ്യിലേക്ക് വെച്ചു, നിയമകാര്യ വകുപ്പ് കയ്യിലേക്ക് വെച്ചു. ഇപ്പം തന്നെ നിങ്ങൾ പറയുന്ന പോലെ ഈ പരിശോധിക്കാനുള്ള കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഈ കമ്മിറ്റികളുടെ എല്ലാം സെക്രട്ടറിമാരാണ്. എന്ന് പറഞ്ഞാൽ VD സതീശനോട് ഡിസ്കസ് ചെയ്ത് VD സതീശൻ തന്നെ തീരുമാനിച്ച് VD സതീശൻ തന്നെ തീരുമാനമെടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ അദാനിക്ക് വേണ്ടി മാറ്റാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഇത് യഥാർത്ഥത്തിൽ അദാനിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊക്കെ മൂലധന ശക്തികളുടെയൊക്കെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു വലിയ സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ PK ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തെ കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ നിർത്താം. അത് ഈ രതീഷ് ഞാനൊന്ന് വരാം. അതായത് താങ്കൾ നേരത്തെ ഈ നെക്സസിനെ കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏത് ഭരണത്തിലുമാവട്ടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു വിവാദങ്ങൾ രൂപപ്പെടുത്തി ആഘോഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഭരണം നാടിനെ എങ്ങനെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു, അതിൻ്റെ അടരുകൾ ജനങ്ങളിൽ എത്തിക്കാനും നിരീക്ഷിക്കാനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ നമ്മളിപ്പോൾ ഇവിടെ ആധാരമാക്കിയത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും അദ്ദേഹം പറയുന്നതിലെ വൈരുദ്ധ്യങ്ങളും അതിവേഗം അത് നിലനിൽക്കാത്തതായി മാറുന്നതുമൊക്കെയാണല്ലോ. അതേ തുടർന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ കള്ളാടി ദുരന്തമടക്കം പരാമർശിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. നമ്മൾ കണ്ടതാണല്ലോ, കണ്ടോന്ന് എനിക്കറിയില്ല. അതിൻ്റെ കണക്ക് കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. നോക്കൂ, 52 മിനിറ്റാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അതെങ്ങനെയാണ് അതിനെ സമീപിച്ചെന്ന് നോക്കൂ. കാരണം മുഖ്യമന്ത്രി പറഞ്ഞതാ, മനോരമ, എല്ലാ ചാനലുകളുടെയും പേരുകളാണ്, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. അതായത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച വാദഗതികൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, 1 മിനിറ്റ് പോലും കൊടുക്കാത്ത എത്രയോ മുൻനിര ദൃശ്യമാധ്യമങ്ങൾ, 52 മിനിറ്റ്, കേവലം 8 മിനിറ്റ് കൊടുത്ത ഒരു മാധ്യമം, 7 മിനിറ്റ് മാത്രം കൊടുത്ത മറ്റൊരു മാധ്യമം, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഇതാണോ മാധ്യമങ്ങളുടെ ഒരു സമീപനം എന്നുള്ളത് മാധ്യമങ്ങളും ഗൗരവമായി ആലോചിക്കേണ്ടതാണോ രതീഷ് ചക്രപാണി? ഒരു സംശയവുമില്ല ശരത്തെ, ഈ കാര്യത്തിലും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മീഡിയ ഉണ്ട്, ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ. അതായത് അർണബ് ഗോസ്വാമിയുടെയൊക്കെ മീഡിയ റിപ്പബ്ലിക്കൊക്കെ തന്നെ 128 ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ ഈ പറയുന്ന പോലെ 86 പ്രതിപക്ഷത്തിനെതിരെയുള്ള ചർച്ചകളായി മാറുന്നത് പോലെ തന്നെ
കേരളത്തിലെ മീഡിയകളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടി ചർച്ചകളിലേക്ക് അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളെ മുതൽ കൃത്യമായി അവർ കൊടുക്കുന്ന സമയം മുതൽ അവരുടെ ആങ്കർമാർ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മുതൽ കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3-ാം തീയതി മാതൃഭൂമി, ആദ്യം എക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രയിലും അതിനുശേഷം മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ച ഒരേ വാർത്ത ദേശാഭിമാനി 5-ാം തീയതി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് മാതൃഭൂമി വാർത്ത എഴുതി. എങ്ങനെ? ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഈ പറയുന്ന LDF ഗവൺമെൻറ്റാണ്, ആ LDF ഗവൺമെൻറ് കാലത്തിരുന്ന ആളുകളാണെന്ന് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതിൻ്റെ മാറ്റം തുടങ്ങിയത് ഇപ്പോഴാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിനും ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു വിഷ്വൽ മീഡിയ, ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനൽ തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് VD സെൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ നടത്തുന്നത് ഞാൻ കണ്ടു. ആ ഇൻ്റർവ്യൂവിൽ വളരെ ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ഒരു കാലത്തും ഇല്ലാത്ത വിധം വലിയൊരു ചലഞ്ചാണ് യഥാർത്ഥത്തിൽ നേരിടുന്നത്. അതിന്റെയൊക്കെ കാരണം ഇത്തരത്തിലുള്ള മൂലധന ശക്തികളുടെ ബാക്കിംഗ് ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം. KJ, ഇത് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഭാഗം കൂടി ആയതുകൊണ്ട് താങ്കളുടെ കൂടി ഒരു റിയാക്ഷൻ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊരു മാധ്യമ വിമർശനത്തിനപ്പുറം മാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ട ഒരു പോയിൻ്റോ വിഷയമോ ആണോ ഇത്? കാരണം മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നു, അതിൽ പല കാര്യങ്ങളും പറയുന്നു, അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുമ്പോൾ ഇത് താരതമ്യം ചെയ്യാം, അത് ജനങ്ങളിൽ എത്തേണ്ടതാണ്, അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, നിരവധി വാർത്താ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അത് സംപ്രേഷണം ചെയ്യാതിരിക്കുക, അതിൻ്റെ കണക്കടക്കം നമ്മുടെ മുമ്പിൽ ഇന്ന് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മാധ്യമങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരത്? മാധ്യമങ്ങൾക്ക് നിങ്ങളീ പറയുന്നത് പോലെ വാർത്തകൾ അറിയിക്കുക എന്നുള്ള പരിപാടിയല്ല, അജണ്ട വെച്ചിട്ടാണ് മാധ്യമങ്ങൾ പെരുമാറുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വാർത്തകൾ അറിയിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ആ തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പണി. അപ്പോൾ പലതരം മാധ്യമങ്ങൾ, അതുകൊണ്ടാണ് പരമപ്രധാനമായ ഒരു ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും പരമപ്രധാനമായ കാര്യമായി മാധ്യമ സ്വാതന്ത്ര്യത്തെ ആളുകൾ കാണുന്നത്. നമ്മുടെ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേകിച്ച് യാതൊരു പ്രൊട്ടക്ഷനുമില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്നുള്ളത് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള പ്രൊട്ടക്ഷനാണ്. അതായത് ഇപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ എഡിറ്ററുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനുള്ള പ്രൊട്ടക്ഷൻ മാത്രമാണ് ഭരണഘടനയിലുള്ളത്. ഈ എഡിറ്റർ, അയാൾ പലതരത്തിലുള്ള എഡിറ്റർ അവരവരുടെ ഭാഗങ്ങൾ കൂടി വാർത്തകളെ കാണുകയും മനുഷ്യരിലേക്ക് എത്തിക്കുകയും ചെയ്യുകയും മനുഷ്യർക്ക് യഥാർത്ഥ ചിത്രം കിട്ടുകയും അവർ ശരിയായ തീരുമാനത്തിലേക്ക് എത്തുകയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ബേസിസ്. അതിൻ്റെ അകത്ത് എല്ലാ പത്രങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നതിന് അവർ ശ്രദ്ധിക്കാറുണ്ട്. ഒരു തരത്തിലുള്ളൊരു ബാലൻസിങ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിലധികമായിട്ട് കാണുന്നത് ഏകപക്ഷീയമായ വാർത്താ അവതരണ ശൈലികളാണ്. നിങ്ങൾ കൈരളി ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചാനലായതുകൊണ്ട് നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന പോലെ പണികൾ ചെയ്യുന്നു. മറ്റ് മാധ്യമങ്ങളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. അതിഭയങ്കരമായിട്ടുള്ള നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുപാതരഹിതമായ മട്ടിലാണ് വാർത്തകൾ വരുന്നത്. UDF ആണെങ്കിൽ വളരെ സൗമ്യമായി മൃദുവായി സംസാരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും, ഞാനതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരിലെ ചന്ദ്രൻ പോലെ ആയിരിക്കണം, UDF ആണെങ്കിൽ അത് അവിടുത്തെ ആനപ്പെണ്ണ പോലെ ആയാലും പ്രശ്നമില്ല എന്നുള്ള മട്ടില്ല. ഇതിങ്ങനെ ഏകപക്ഷീയമായി അനുപാതരഹിതമായി കേരളത്തിലെ മാധ്യമങ്ങൾ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ളൊരു വസ്തുതയാണ്. ഈ മാധ്യമങ്ങൾ മാറിയിട്ട് ശ്രീ പിണറായി വിജയൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അവാസ്തവമാണ് എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് നാട്ടുകാരിലെത്തും എന്ന് CPM-ഓ LDF വിചാരിക്കരുത്. ടെക്നോളജി അവൈലബിളാണ്. CPM-ൻ്റെ ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം മനുഷ്യരുണ്ട്. അവൈലബിളായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരിലേക്ക് എത്താനുള്ള പാരലലായിട്ടുള്ള കാര്യങ്ങൾ നടത്താതെ ഇടതുപക്ഷത്തിന് മുമ്പോട്ട് പോകാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല. ഞാനിപ്പോൾ ഇന്നലെ ഈ വിഷയം ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ ഒരു മുഖ്യധാര ഒരു ചാനലിൽ ഈ പത്രപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു, മന്ത്രി വേറെന്തോ പറയുന്നു, ഊരാളുങ്കലിനെ കൊണ്ടത് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഊരാളുങ്കൽ തമ്മിൽ എന്ത് ബന്ധം? ആ ടൗൺഷിപ്പിൽ അവിടെ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്, അത് മാറ്റണമെന്ന് പറഞ്ഞു.
ഇപ്പോൾ ആ വാർത്ത കാണാനില്ല. ഊരാളുങ്കലിൻ്റെ പേരവിടെ കൊണ്ടുവന്ന് വെക്കുക. എങ്ങനെയെങ്കിലും കേരളത്തിലെ അമുല് പോലെ ഓരോ മലയാളി അഭിമാനിക്കേണ്ട ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കുക, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പണി പാരലായിട്ട് നടക്കുന്നുണ്ട്. അതിനെ നേരിടാനുള്ള വഴി CPM-ഉം LDF-ഉം കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ മാധ്യമങ്ങൾ ഫെയർ ആയിട്ടുള്ള ഒരു കവറേജ് കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം മനുഷ്യരിലേക്ക് എത്തും എന്നുള്ള ആലോചന അത് അസ്ഥാനത്താണ്. അനുപാതരഹിതമാണ്. താങ്കൾ പറഞ്ഞ വാചകമാണ് ഏറ്റവും യുക്തം. അനുപാതരഹിതമായ മാധ്യമ സമീപനം എന്നുള്ളത് ഈ കാര്യങ്ങൾ വിലയിരുത്താൻ സമൂഹത്തിലേക്ക് മാധ്യമങ്ങൾ, ഈ വിഷയങ്ങൾ എത്തിക്കുന്ന മാധ്യമങ്ങൾ അനുപാതരഹിതമായി പെരുമാറുന്നു എന്ന ഗൗരവമായ ഒരു വശം താങ്കൾ ചൂണ്ടിക്കാട്ടിയത് പ്രസക്തമാണ്. നമുക്ക് വേഗം അവസാനിപ്പിക്കാം. രതീഷ്, അതിനുശേഷം ശ്രീ ഗോപനിലേക്ക് ഒരു സെന്റൻസ് കൂടി പറഞ്ഞോട്ടെ. ഒരു സെന്റൻസ് വേഗം. ഒരൊറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പരമ്പരാഗത മാധ്യമങ്ങളുടെയോ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് യൂട്യൂബ് മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ആ മാധ്യമങ്ങളുടെ കാര്യം കൂടി എടുത്തു വെച്ചാൽ ഒരു കാര്യം ഇടതുപക്ഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടുത്തെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ഒരു പ്രോ സംഘപരിവാർ ചാനലുകളെല്ലാം തന്നെ VD സതീശനെ വലിയ താരമായിട്ട് ഇപ്പോൾ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അത് യഥാർത്ഥത്തിൽ 2 ട്വിൻ പ്രൊജക്ടുകളാണ്. ട്വിൻ ടണൽ എന്നൊക്കെ പറയുന്ന 2 പ്രൊജക്ടുകളാണ്. ഒന്ന് നമ്മളെ മൂലധന ശക്തികൾക്ക് വേണ്ടി ഈ പറയുന്ന പോലെ അദാനിക്കും അംബാനിക്കും വേണ്ടിയൊക്കെ പണിയെടുക്കുന്നവർ, അതേസമയം രാഷ്ട്രീയമായി BJPക്ക് വേണ്ടിയും ഒരേ സമയം പണിയെടുക്കുന്നു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡേഞ്ചർ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പം തന്നെ സമയം അതിക്രമിച്ചു എന്നാണ്. ശ്രീ ഗോപൻ, നമുക്ക് ചർച്ച കൺക്ലൂഡ് ചെയ്യാം. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, നമ്മൾ ഈ കാര്യം കണ്ടാൽ മതി. കേരളത്തിലെ ഈ പുതിയ തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നിങ്ങൾ ചാനൽ ചർച്ചകളെല്ലാം ശ്രദ്ധിച്ചാൽ BJP കോൺഗ്രസ് വൈരുദ്ധ്യം ഇല്ലാതായി. BJP കേരള സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദാനിയെ കൂടി കിട്ടിയപ്പോഴത്തേക്കിന് അവർക്ക് ബഹുസന്തോഷമായി. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ മാധ്യമങ്ങൾ, BJP, UDF, സാമ്പത്തിക ശക്തികൾ എല്ലാവരും കൂടി ചേർന്നിരിക്കുകയാണ്. ഇടതുപക്ഷം വളരെ കരുതലോടും ജാഗ്രതയോടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി. ഏതായാലും ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ഒരു താരവൽക്കരണം മുഖ്യമന്ത്രി VD സതീശനെ ചുറ്റിപ്പറ്റി രൂപപ്പെടുത്താനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ, അത് മാധ്യമലോകത്താകട്ടെ, സമൂഹ മാധ്യമങ്ങളിലാകട്ടെ, രാഷ്ട്രീയ അണിയറകളിൽ ആകട്ടെ സംഭവിക്കുമ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കുന്ന കാര്യങ്ങൾക്ക്, വാദങ്ങൾക്ക്, നിലപാടുകൾക്ക് നിലനിൽപ്പില്ലാത്തവണ്ണം അപ്പോൾ അത് പൊളിഞ്ഞു വീഴുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു, അതിൽ തർക്കങ്ങൾ രൂപപ്പെടുന്നു, അത് വാസ്തവ വിരുദ്ധമാണ് എന്ന പ്രശ്നം രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദഗതികൾ, നിലപാടുകൾ അങ്ങനെ അതിവേഗം അടർന്നു വീഴാൻ പാടുള്ളതല്ല എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്, പറയേണ്ടി വരുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.